അപ്പൊ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പ്രകടന പത്രികയിൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർ ഒത്തിരി കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെയാണ് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ മുസ്ലിം വിരുദ്ധരായ BJP സർക്കാരുമായിട്ട് എത്ര നാള് ചന്ദ്രബാബു നായിഡു ഒത്തുപോകും എന്ന കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ചന്ദ്രബാബു നായിഡു സ്വയം പുറത്തു പോകുമോ അതോ മോദി ചന്ദ്രബാബു നായിഡുവിനെ ചവിട്ടിപ്പുറത്താക്കുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി വെറും സഹം മാത്രമാണെന്ന് ഓർക്കണം. സുരേഷ് ഗോപിക്ക് മുമ്പിൽ ഇതിന്റെ പ്രധാനപ്പെട്ട മന്ത്രി ഉണ്ട്. ആ മന്ത്രിയെ അസിസ്റ്റന്റ് ചെയ്യലാണ് കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ എത്രമാത്രം സുരേഷ് ഗോപിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും എന്നൊരു കാര്യം നമുക്ക് കാത്തിരുന്ന് കണ്ട് തന്നെ അറിയണം. വകുപ്പുകളൊക്കെ കൈനിറയെ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനം ടൂറിസമാണ്. ടൂറിസം എന്ന് പറയുന്നത് ഒരു ചില്ലറ മേഖലയൊന്നും അല്ല, ഒത്തിരി സാധ്യതകളുള്ള മേഖലയാണ്. അതിന്റെയൊക്കെ ഒരു കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രി ആവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇപ്പൊ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. കേരളത്തെ ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ സുരേഷ് ഗോപിക്ക് വകുപ്പുകൾ ഏറെയുണ്ട്. സാംസ്കാരികമുണ്ട്, ഇപ്പൊ പെട്രോളിയവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂരിന് വേണ്ടി ഒത്തിരി ചെയ്യുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി എന്തായാലും പണ്ടത്തെ BJPയുടെ വാഗ്ദാനം പാലിക്കാതിരിക്കില്ല. പെട്രോളിന് 50 രൂപ എന്ന നിരക്കിൽ ചിലപ്പോൾ കേരളത്തിലുള്ളവർക്ക് കൊടുക്കും. കേരളത്തിലുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ തൃശ്ശൂരുള്ളവർക്ക് എന്തായാലും കിട്ടും. കാരണം തൃശ്ശൂർക്കാർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും 50 രൂപയ്ക്ക് പെട്രോൾ തൃശ്ശൂരിന് കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്രോളിനൊപ്പം ഡീസലിന്റെ വിലയും ചിലപ്പോൾ കമ്മി ആയേക്കും. ക്യാബിനറ്റ് മന്ത്രിയാവാനാണ് സുരേഷ് ഗോപി ഡൽഹിയിൽ എത്തിയത്. പക്ഷെ മറ്റൊരു മന്ത്രിയെ അസിസ്റ്റന്റ് ചെയ്യാനായിട്ട് ഒരു സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയത്. അതിൽ സുരേഷ് ഗോപി അല്പം ക്ഷുഭിതനായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അതിന്റെ ഒരു ദേഷ്യം അല്ലെങ്കിൽ രോഷം തീർത്തത് മീഡിയ വണ്ണിനോടാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമ്മളത് കാണുകയും ചെയ്തു. എനിക്കിത് വേണ്ട, എനിക്ക് ഈ മന്ത്രിസ്ഥാനം വേണ്ട, എനിക്ക് ഒത്തിരി സിനിമകൾ അഭിനയിച്ച് തീർക്കാനുണ്ട്, അതിന്റെ കരാർ ഞാൻ എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ മന്ത്രിസ്ഥാനം അങ്ങ് രാജിവെക്കുകയാണ് എന്നൊക്കെ തള്ളിമറിച്ച സുരേഷ് ഗോപി BJP നേതാക്കൾ ഇടപെട്ടപ്പോൾ ആട്ടുകുട്ടിയെ പോലെ ആ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ നാടകങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മീഡിയ വണ്ണിനോട് തട്ടിക്കയറിയത്, തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞത്, ഒരുപാട് സിനിമകൾ അഭിനയിക്കാനുണ്ടെന്ന് പറഞ്ഞതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ സുരേഷ് ഗോപിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു ജനപ്രതിനിധിയാണ് എന്ന കാര്യം മറന്നു പോകരുത്. അതിന്റെ ഒരു അന്തസ്സോടു കൂടി തന്നെ വേണം സംസാരിക്കാനായിട്ട്. പത്രക്കാരാണ്, പല ചോദ്യങ്ങളും ചോദിക്കും. അത് ആത്മസംയമനത്തോടെ, അവിടെ ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ട് വേണം മറുപടി നൽകാനായിട്ടെന്നുള്ള ഒരു കാര്യം. തൃശ്ശൂരിന് വേണ്ടി, തൃശ്ശൂരിലെ ജനതയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് മെട്രോ റെയിൽവേ തൃശ്ശൂർ വരെ നീട്ടുമെന്നുള്ളതാണ്. അപ്പൊ രണ്ടാമതായിട്ട് സുരേഷ് ഗോപി പറയുന്ന കാര്യം തൃശ്ശൂർ പൂരം ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തും എന്നതാണ്. ഇതിനു മുമ്പ് വർഷങ്ങളോളം തൃശ്ശൂർ പൂരം നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും തൃശ്ശൂർ പൂരം സിസ്റ്റമാറ്റിക് ആയിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്.